എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, പ്രമാണത്തിന് വേണ്ടി നിന്ന 3 ബാലകന്മാർ. ഞാൻ പറയട്ടെ, അന്നും വിഗ്രഹാരാധന തെറ്റാണ്, ഇന്നും വിഗ്രഹാരാധന തെറ്റാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവത്തോടായിരിക്കണം. ദൈവത്തിന് വചനം പറയുന്നത്, അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലാകുന്നു. ഇന്ന് പാൽക്കാലം നിങ്ങളുടെ സൃഷ്ടാവിനെ വിട്ട് നിങ്ങൾ ഒരു സൃഷ്ടിയെ ആരാധിക്കുന്നവരാണോ? ഞാൻ പറയട്ടെ, നിങ്ങൾ ജീവനുള്ള ദൈവത്തെ കോപിപ്പിക്കരുത്. ഒന്നാമത്തെ കൽപ്പന എന്ന് പറയുന്നത് അന്യ ദൈവങ്ങളെ ഉണ്ടാക്കരുത്. അപ്പോസ്തലപ്രവൃത്തി 4:12 പറയുന്നു, മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമമത്രേ. 1 തീമോഥെയോസ് 2:8 പറയുന്നു, ദാവീദിന്റെ സന്തതിയായി മരിച്ച് അടക്കപ്പെട്ട യേശുവത്രേ ഏക രക്ഷകൻ. യോഹന്നാന്റെ സുവിശേഷം 1:8 പറയുന്നു, ആ യേശുവിന്റെ രക്തത്തിൽ പാപമോചനമുണ്ട്. കർത്താവേ, എനിക്ക് പാപമോചനം ആവശ്യമാണ്, എനിക്ക് നിത്യജീവൻ ആവശ്യമാണ്, ഞാനൊരു പാപിയാണ്. ഞാൻ ഇതുവരെയും ലോകത്തെ ആരാധിച്ച്, മനുഷ്യ ദൈവങ്ങളെ ആരാധിച്ച്, വിഗ്രഹങ്ങളെ ആരാധിച്ച്, സൃഷ്ടികളെ ആരാധിച്ച്, ഈ ലോകത്തിന്റെ ദൈവങ്ങളുടെ പിന്നാലെ ഞാൻ ഓടി മോക്ഷം പ്രാപിക്കുവാൻ, രക്ഷ നേടുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ, രോഗശാന്തി അനുഭവിപ്പാൻ. പക്ഷെ എങ്ങൊന്നും എനിക്കൊരു സമാധാനം ലഭിച്ചില്ല. ഞാൻ മദ്യം ആവോളം കുടിച്ചു, മയക്കുമരുന്നിന് അടിമയായിരുന്നു. ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ ഞാൻ വലഞ്ഞു. എനിക്ക് സിനിമാശാലകളിൽ നിന്ന്, ഇന്റർനെറ്റുകളിൽ നിന്ന് എനിക്കൊരു സന്തോഷം ലഭ്യമാവുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ ഞാൻ ആശ്രയിച്ച സർവ്വതും എനിക്ക് നിരാശയായി തീർന്നു. എന്നാൽ ഇന്ന് പാൽക്കാലം ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. ആ പിഞ്ചു കുഞ്ഞുങ്ങൾ യേശുവിന് വേണ്ടി നിന്നു. അവർ ബാബേൽ എന്ന് പറയുന്ന പ്രവാസ ലോകത്ത് യേശുവിന്റെ നാമത്തിന് വേണ്ടി അവർ നിന്നു. അവർ വിളിച്ചു പറഞ്ഞു, പ്രശ്നം വന്നാൽ, ഞാൻ പറഞ്ഞു വന്നത് പ്രശ്നങ്ങളെ കുറിച്ചാണ്. യേശുവിൽ ആശ്രയിക്കുന്നവർക്ക് പ്രശ്നമില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്ത് പ്രശ്നം വന്നാലും ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത് ഞങ്ങളല്ല, ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുന്നത്, ആ പ്രശ്നത്തിന് പരിഹാരം ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവത്രേ. ഞങ്ങളുടെ ജീവിതത്തിലും പ്രശ്നം ഉണ്ടായിട്ടില്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. അനവധി പ്രശ്നങ്ങൾ, ഭാരങ്ങൾ, വേദനകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ. പക്ഷെ ഇത് പാൽക്കാലം ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളോട് പറയട്ടെ. ദൈവത്തിന് വചനം പറയുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി മഹത്വത്തോടെ ക്രിസ്തുയേശുവിൽ തീർക്കുന്ന ഒരു ദൈവം. സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നത്, നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി, എന്റെ രട്ടടിച്ചെന്നെ സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ ദുഃഖങ്ങൾ സന്തോഷമായി തീരുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ, ലോകത്തെ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാനോ ലോകത്തെ ജയിച്ച ദൈവമാണ്. പ്രിയ ശ്രോതാക്കളെ, ഇതുപോലൊരു അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസത്തിന് നിങ്ങൾ ഉടമകളായി തീരണം. നിങ്ങൾ ഇതുവരെയും ഈ രക്ഷയുടെ സന്തോഷം, ഈ പാപമോചനം, ഈ സ്വർഗീയമായ അനുഭവം നിങ്ങൾ പ്രാപിച്ചിട്ടില്ലെങ്കിൽ, യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ സത്യവും, ഞാൻ തന്നെ ജീവനുമാകുന്നു, എന്നിൽ കൂടി അല്ലാതെ ആരും രക്ഷ പ്രാപിക്കുന്നില്ല. ലൂക്കോസ് സുവിശേഷകൻ ഇപ്രകാരം പറയുന്നു, അല്ലല്ലോ നിങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ഏകന്റെ അനുസരണക്കേടിനാൽ, ഏകന്റെ ലംഘനത്താൽ എല്ലാവരും പാപികളായി തീർന്നെങ്കിൽ, ഏകന്റെ അനുസരണത്താൽ യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ കൂടി എനിക്ക് നിങ്ങൾക്കും സൗജന്യമായ നീതീകരണം ലഭിച്ചിരിക്കുന്നു. ഇന്നും യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഉണ്ട്. നിങ്ങൾ യേശുവിന് വേണ്ടി ഈ തലമുറയിൽ നിങ്ങൾ നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങളുടെ തലമുറകളെ ഒക്കെ നന്നായി ശുഭതയോടെ, ക്ഷേമത്തോടെ, ഐശ്വര്യത്തോടെ നടത്തുവാൻ കഴിവുള്ള ഒരു കർത്താവിനെ അത്രേ ഈ പകൽക്കാലം ഞങ്ങൾ പ്രസംഗിക്കുന്നത്. യഹൂദ ബാലന്മാരായ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അവർ വിളിച്ചു പറഞ്ഞു, വിഗ്രഹത്തെ സേവിക്കുവാൻ ഞങ്ങളില്ല, പ്രതിഷ്ഠയെ സേവിക്കുവാൻ ഞങ്ങളില്ല, ഞങ്ങൾ യേശുവിന്റെ മാർഗത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി നിൽക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ആ രാജാവും സൈന്യവും വിളിച്ചു പറഞ്ഞു, വിഗ്രഹങ്ങളെ നിങ്ങൾ സേവിച്ചില്ലെങ്കിൽ അതിന്റെ പ്രതിഫലം എരിയുന്ന തീച്ചൂളയത്രേ. കുഞ്ഞുങ്ങൾ ഭയപ്പെട്ടില്ല. അവർ പറഞ്ഞു, ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഇതത്ര ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾക്ക് ഈ ലോകത്ത് ജയമുണ്ടായാലും ജയം ഉണ്ടായില്ലെങ്കിലും ഇല്ല, മറ്റൊരു ദൈവത്തെ ആശ്രയിപ്പാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. ആ കുഞ്ഞുങ്ങളെ ബാബേലിലെ ബലവാന്മാർ തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞു. ഞാൻ പറയട്ടെ, ദുഃഖകരമായ ഒരു സംഭവമല്ല അവിടെ സംഭവിച്ചത്. ബലവാന്മാരെ, തീച്ചൂളയിൽ നിന്ന് ഉയർന്നു വന്ന തീപ്പൊരികൾ ആ മിസ്രൈമിലെ ബലവാന്മാരെ, ബാബേലിലെ ബലവാന്മാരെ ദഹിപ്പിച്ചു കളഞ്ഞപ്പോൾ, വിശ്വാസത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി, ബൈബിളിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീയ മാർഗത്തിന് വേണ്ടി നിന്ന ആ കുഞ്ഞുങ്ങൾ തീച്ചൂളയുടെ നടുവിൽ അവർ വിടുവിക്കപ്പെട്ടു. പൗലോസ് അപ്പോസ്തലൻ എബ്രായ ലേഖനത്തിൽ പറയുന്നു, ഒരു ദൈവമുണ്ട്, തീയുടെ ബലത്തെ കെടുത്തുവാൻ കഴിവുള്ള ദൈവം. നാം ഇതുവരെയും പറഞ്ഞു കേട്ടത്, യേശു തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി 4-ാം യാമത്തിൽ ഇറങ്ങി വന്ന അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. യഹൂദ ബാലന്മാർക്ക് വേണ്ടി 4-ാമനായി തീയുടെ നടുവിൽ കർത്താവ് വെളിപ്പെട്ടു. എന്നാൽ തന്റെ പ്രിയ സ്നേഹിതനായ ലാസറിന് വേണ്ടി 4-ാം ദിവസം യേശു ബഥാനിയയിലെ ലാസറിന്റെ ഭവനത്തിലേക്ക് താൻ കടന്നു വന്നു.
ആ വീട്ടിൽ വളരെ ശോകമൂകമായ അന്തരീക്ഷം. ഏക സഹോദരനായ ലാസർ നഷ്ടപ്പെട്ടു എന്നുള്ള ഭാവത്തിൽ മാർത്തയും മറിയയും വിലപിക്കുകയാണ്. ദുഃഖം താങ്ങാനാവാതെ, നിരാശ താങ്ങാനാവാതെ, വേദന കടിച്ചമർത്തി തങ്ങളുടെ ഏക പ്രതീക്ഷയായ, തങ്ങളുടെ ഏക ആശ്രയമായ തങ്ങളുടെ സഹോദരൻ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അവർ വിചാരിച്ചത് ഈ മരണം എന്നേക്കുമുള്ളൊരു മരണമായിരുന്നു. പക്ഷേ അവർ തിരിച്ചറിഞ്ഞില്ല, അവർ വീട്ടിൽ എന്നും വരുന്ന യേശു കർത്താവ് പിശാചിനെ തകർക്കുവാൻ കഴിവുള്ള സർവശക്തിയുള്ള ദൈവമാണെന്ന് ആ സഹോദരന്മാർ തിരിച്ചറിഞ്ഞില്ല. അവർ വിലപിച്ചു, അവർ കരഞ്ഞ് കരഞ്ഞ് ഇനി ഒരു തുള്ളി കണ്ണുനീര് പോലും കരയുവാൻ കഴിയാതെ വണ്ണം അവർ ഭാരപ്പെട്ടു. ദേശക്കാരും നാട്ടുകാരും മതത്തിന്റെ പ്രമാണികളും മഹാപുരോഹിതന്മാരും എല്ലാം വന്ന് അനുശോചനം പറഞ്ഞ് അനുസ്മരണ സന്ദേശം എഴുതി വായിച്ച് അവർ കടന്നുപോയി. എല്ലാവരും ലാസറിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞ് നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു സഹോദരനായിരുന്നു, ഈ രോഗം മരണത്തിലേക്ക് നയിച്ചല്ലോ, ഇങ്ങനൊരു ദുസ്ഥിതി ഈ ഭവനത്തിന് സംജാതമായല്ലോ എന്ന് പറഞ്ഞ് ആ കുടുംബത്തിന്റെ വേദനയിൽ അവർ പ്രത്യാശയുടെ വാക്കുകൾ മാത്രം പറഞ്ഞിട്ട് കടന്നുപോയി. എന്നാൽ അവർ ഒരു കാര്യം തിരിച്ചറിയാതെ, ഗ്രഹിക്കാതെ പോയി. അവർ സേവിച്ച യേശു അധികാരങ്ങളെ നീക്കി, മരണത്തിന്റെ ശക്തിയെ നീക്കി ജീവൻ നൽകുവാൻ കഴിവുള്ള കർത്താവാണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഞങ്ങൾ സേവിക്കുന്ന കർത്താവ് തീയുടെ ബലത്തെ കെടുത്തുക മാത്രമല്ല, വെള്ളത്തെ ശാസിക്കുക മാത്രമല്ല, തിരമാലകളെ അടക്കുക മാത്രമല്ല, കാറ്റ് അടങ്ങുക എന്ന് മാത്രം കൽപ്പിക്കുകയല്ല, അപ്പത്തെ വർദ്ധിപ്പിക്കുക മാത്രമല്ല, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന തന്റെ ജനത്തെ വിടുവിക്കാൻ കൂടി കഴിവുള്ളതത്രേ ഈ ദൈവപുത്രനായ യേശു. അവിടെ സംഭവിച്ചത്, മരിച്ചു, നാറ്റം വെച്ചു, 4 ദിവസമായി. ഇനിയും ഒരു വിടുതലില്ല. ലോകപ്രകാരം ഇനി ഒരു രക്ഷയില്ല. രോഗമാണെങ്കിൽ സൗഖ്യം വരുത്തുവാൻ യേശുവിന് കഴിയുമായിരുന്നു എന്നവർ വിചാരിച്ചു. അതുകൊണ്ടാണ് ദീനമായി കിടന്നപ്പോൾ അവർ യേശുവിലേക്ക് വർത്തമാനം അയച്ചത്. നിന്റെ സ്നേഹിതനായ ലാസർ ദീനമായി കിടക്കും, നീ വന്നവനെ സൗഖ്യമാക്കണം. യേശു പോയില്ല. മരിച്ചിട്ട് യേശു പോയില്ല. സംസ്കാര ശുശ്രൂഷയ്ക്ക് യേശു പോയില്ല. യേശു ചെന്നത് മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായപ്പോൾ ആ ഭവനത്തിലേക്ക് കർത്താവ് ചെന്ന് കയറി. എന്തിനു വേണ്ടി കർത്താവ് ചെന്നു? അവർ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ഇനി ഞങ്ങൾക്കൊരു ഭാവി ഉണ്ടാകുകയില്ല, ഈ വിഷയത്തിനും പരിഹാരമില്ല, ഞങ്ങൾ അനുഭവിക്കുന്ന ഇന്നത്തെ പ്രതിസന്ധിക്ക് ഒരു പോവടിയില്ല എന്ന് ഭാരപ്പെട്ട് ഞങ്ങൾ ആശ്രയിച്ച യേശുവിന് പോലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് കഴിയത്തില്ല എന്നവൾ ഒരു കൺക്ലൂഷനിലെത്തി. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ തെറ്റിപ്പോകരുത്. ഈ യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ മരണത്തിനപ്പുറത്തുള്ള ഒരു മരണാനന്തര ജീവിതം നൽകി, നിങ്ങൾക്കൊരു നിത്യത നൽകി, സ്വർഗീയമായ പ്രത്യാശ നൽകി, സ്വർഗീയമായ ഒരു വാസസ്ഥലം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിൽ വിശ്വസിപ്പീൻ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് എന്നരുളി ചെയ്ത ഒരു യേശു. ഈ ലോകം ശാശ്വതമാണ് ഞാൻ പറഞ്ഞല്ലോ. രോഗവും ദുഃഖവും മരണവും പ്രയാസവും കടഭാരങ്ങളും ഞെരുക്കങ്ങളും പ്രതിസന്ധികളും ദാരിദ്ര്യങ്ങളുമുള്ള ഈ ലോകത്തിൽ അതിനേക്കാളപ്പുറമായി മരണത്തിനപ്പുറത്തുള്ള ഒരു ജയത്തിന്റെ ജീവിതം, അതത്രേ ക്രിസ്തീയ ജീവിതം. ലാസറിന്റെ ഭവനത്തിൽ അവരെല്ലാവരും വിചാരിച്ചു യേശുവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചു. നഷ്ടവും കഷ്ടവും പ്രയാസവും ദുരിതവും ദുരന്തങ്ങളും മരണങ്ങളും വേർപാടുകളുമാണ്. വേർപാടുകൾ നമുക്ക് ആർക്കും താങ്ങാൻ കഴിയാത്തതാണ്. വളരെ പെട്ടെന്ന് ചില മരണങ്ങൾ സംഭവിക്കുമ്പോൾ വേർപാടിന് തീവ്രത നമ്മൾക്കുണ്ടാവും. അതിന് ആഴം വലുതായിരിക്കും. പക്ഷെ യേശു അവിടെ ചെന്നത് അവരോട് കൂടി കരയാനല്ല, യേശു അവിടെ ചെന്നത് നിലവിളിക്കാനല്ല, യേശു ആ വീട്ടിൽ ചെന്നത് മാറത്തടിക്കാനല്ല, യേശു ആ വീട്ടിൽ ചെന്നത് സഹതാപം പറയാനല്ല, യേശു ആ വീട്ടിൽ ചെന്നത് പുനരുദ്ധാരവുമായിട്ടാണ്. ഇന്നലകളിൽ തിരമാലകളുടെ കോപത്തെ ശാസിച്ചമർത്തിയവൻ മരുഭൂമിയിൽ തന്റെ ജനത്തിനു വേണ്ടി 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്ത് തൃപ്തി നൽകിയ, സമൃദ്ധി നൽകിയ, അവരുടെ ശുഷ്കതകളെ, വരൾച്ചകളെ, ദാരിദ്ര്യങ്ങളെ, പട്ടിണികളെ മാറ്റിയ ആ യേശു ലാസറിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നത് പുനരുത്ഥാനമായിട്ടാ, ജീവനുമായിട്ടാ കർത്താവ് ചെന്നത്. യേശു ചെന്ന് വിളിച്ചു പറഞ്ഞു, ലാസറേ പുറത്തു വരിക, ലാസറസ് യു ആർ കം ഔട്ട്, നീ പുറത്തു വരിക. മനുഷ്യൻ ലാസറിനെ കെട്ടി കല്ലുരുട്ടി വെച്ച് ഗുഹാമുഖം അടച്ചു വെച്ച് ലോകം ആ സഹോദരനെ ബന്ധിച്ചു. ഇനി നിനക്ക് മുന്നേറ്റമില്ല, നിനക്കൊരു ഭാവിയില്ല, നിന്റെ ജീവിതം തീർന്നു, അസ്തമിച്ചു, എല്ലാവരും തള്ളിക്കളഞ്ഞു, നിന്നെ സകലരും തിരസ്കരിച്ചു. പ്രിയ സ്നേഹിതരെ, അതല്ല യേശു. എല്ലാവരും തിരസ്കരിക്കുമ്പോൾ, എല്ലാവരും തള്ളിക്കളയുമ്പോൾ, എല്ലാവരും ഉപേക്ഷിക്കുമ്പോൾ, എല്ലാവരും നിന്നെ വിടക്കുന്നുണ്ടുമ്പോൾ കർത്താവ് നിന്റെ അരികിൽ കടന്നുവന്ന് നീ കിടക്കുന്ന ആ സ്ഥലത്ത് യേശു ചോദിച്ചത്, അവനെ അടക്കിയത് എവിടെ, അവനെ വെച്ചത് എവിടെ? അവർ ആ സ്ഥലം കാണിച്ചു കൊടുത്തു. നിന്റെ പ്രശ്നം ഇന്ന് പാൽക്കാലം എവിടാണ്? നിന്നെ അനുഭവിക്കുന്ന വേദന എവിടാണ്? നീ അനുഭവിക്കുന്ന വലിയ ഭാരം ഏതാണ്?
ആ മാരകമായ വലിയ വിഷയം ഏതാണ്? ആ കല്ലെവിടാണ്? നീ ചൂണ്ടിക്കാണിച്ചാൽ മാത്രം മതി. കർത്താവ് ആ കല്ലിനെ ഉരുട്ടി മാറ്റിയിട്ട് കർത്താവ് വിളിച്ചു പറഞ്ഞു, ലാസറേ നീ പുറത്തു വരിക. എത്രമാത്രം ലോകം നിന്നെ കെട്ടിയാലും, എത്രമാത്രം ഈ ലോകം നിനക്ക് ഇനി പ്രതീക്ഷ നൽകിയില്ലെന്ന് ഈ ലോകം പറഞ്ഞാലും, യേശുവിന്റെ ഒറ്റ വാക്കിൽ ആ ലാസർ ജീവിച്ച് മരണത്തെ വിട്ട് അവൻ പുറത്തു വന്നു. ഇവിടെ നാം കേട്ടത്, പ്രിയ സ്നേഹിതരെ, മരുഭൂമികളിൽ നമുക്കിവിടെ അത്ഭുതങ്ങൾ ചെയ്ത് നമ്മെ മാനിക്കുവാനും നമ്മെ സഹായിപ്പാനും കഴിവുള്ള ഒരു യേശുനാഥൻ. തൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച ശിഷ്യന്മാർ രാത്രിയിൽ കടലിൽ അവർ ജീവിതം അസ്തമിക്കുമെന്ന്, തങ്ങൾ വിട്ടിട്ട് പോകുന്ന ഭവനത്തെ ഇനി കാണുവാൻ കഴിയത്തില്ല, ഞങ്ങളെ പറഞ്ഞുവിട്ട യേശു പോലും ഞങ്ങളെ കാണുന്നില്ലയോ എന്നുള്ള ക്രമത്തിൽ അവരെ ഭാരപ്പെട്ടു. പക്ഷേ അവരെ പറഞ്ഞുവിട്ട യേശു കർത്താവ് ദൂരത്തിരുന്നുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർ പടങ്ങിൽ അവർ ആടി ഉലയുന്നത്, നാഥാ ഞങ്ങൾ നശിച്ചു പോകും എന്നുള്ള ചിന്താഭാരത്തിൽ അവർ കരഞ്ഞു വിളിച്ചപേക്ഷിക്കുന്നത് യേശു ദൂരമേ കേട്ടു. ആ രാത്രിയിൽ ആ കടലിലേക്ക് യേശു ഇറങ്ങി വന്നു. അവൻ കടലിൽ മീതെ നടന്നു, പ്രശ്നങ്ങൾ കൂടി നടന്നു വന്ന് അത്ഭുതങ്ങൾ ചെയ്ത് അവരെ അക്കരെ എത്തിച്ചു. തീർന്നില്ല, 3 യഹൂദ ബാലന്മാർ ദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങി തിരിച്ച നിമിത്തമായി തീച്ചുള പോലുള്ള വലിയ വിഷയങ്ങളിൽ അവർ തീയുടെ ബലത്തെ കെടുത്തി അവരെ പുറത്തിറക്കി യേശുവിനെ ശക്തി തെളിയിച്ച ഒരു ദൈവമാണ് ഞാൻ പ്രസ്താവിക്കുന്ന യേശു. അവസാനമായി തന്നെ സേവിച്ച ഒരു ഭവനം, ആ ഭവനത്തിൽ വലിയ വിഷയം, ഏക സഹോദരൻ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. യേശു ഉറച്ചത് മരണത്തെ നീക്കി, ദുഃഖത്തെ മാറ്റി, കണ്ണുനീരിനെ മാറ്റി, സന്താപത്തെ മാറ്റി, നിരാശയെ മാറ്റിയിട്ട് ആ ഭവനത്തിലേക്ക് സന്തോഷത്തെ മടക്കി വരുത്തി. ഇന്ന് പാലക്കാലം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും. പരിശുദ്ധ പിതാവേ, ഈ വചനം കേട്ട തന്റെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ സുവിശേഷത്തിന്റെ സന്ദേശം ജനത്തെ വിടുവിക്കുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. യേശു കർത്താവിന്റെ വിടുതലുകൾ ഈ ജനം അനുഭവിക്കട്ടെ. ദുഃഖങ്ങൾ മാറി അവർ ജീവിതം ആനന്ദം കൊണ്ട് നിറയട്ടെ. ഓ, സന്താപം മാറി അവർ ജീവിതം സന്തോഷം കൊണ്ട് നിറയട്ടെ കർത്താവേ. വേദനകൾ മാറി അവരുടെ ജീവിതം ഉല്ലാസം കൊണ്ട് നിറയട്ടെ. ഈ പാൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ പാൽക്കാലം ദൈവാത്മാവിന്റെ ശക്തിയുടെ കരം ദൈവത്തിന്റെ ജനത്തിന്മേൽ നീട്ടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നടുവിലുള്ള രോഗികളെ കർത്താവ് സൗഖ്യമാക്കണമേ. എല്ലാ രോഗത്തിന്റെ ശക്തികളും ഇപ്പോൾ തന്നെ വിട്ടുപോകാൻ കൽപ്പിക്കാണ്. എല്ലാ രോഗാത്മാക്കളും ഞങ്ങൾ ശാസിക്കുന്നു. ഈ ജനം വിടുവിക്കപ്പെടട്ടെ. TV സന്ദേശം കേട്ട ഈ ഓരോ പ്രിയമുള്ളവരും കർത്താവേ, ഇന്ന് പാലക്കാലം ഈ വചനത്താൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരുട്ടിന്റെ ശക്തികൾ വേട്ടയാടി പതിയിരിക്കുന്ന പോലെ ആക്രമിക്കാൻ നോക്കുന്ന എല്ലാ അനുഭവങ്ങളുടെ മേൽ കർത്താവിന്റെ ആത്മാവേ ജയവും സ്വാതന്ത്ര്യം നൽകി തന്റെ ജനത്തെ അങ്ങ് സഹായിക്കുന്നതിനാൽ ഞങ്ങൾ ദൈവസ്ഥലം പ്രാർത്ഥിക്കുന്നു. ഇന്ന് പാലക്കാലം ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലും ശ്വാസമായ സമാധാനവും യേശു കർത്താവേ അങ്ങ് തന്നെ ജനത്തിന്മേൽ പകർന്ന കൃപയ്ക്കായി സ്തോത്രം. വിടുതലോടെ, അനുഗ്രഹത്തോടെ, ജയത്തോടെ അനുഗ്രഹിക്കപ്പെട്ട യേശുവുള്ള ഒരു ജീവിതമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.